തിരുവനന്തപുരം നഗരൂരിൽ യൂത്ത് കോൺഗ്രസുകാർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ 6 പേർക്ക് ജാമ്യം. യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ അടക്കമുള്ളവരെ പോലീസ് റിമാൻഡ് ചെയ്തു. അതേസമയം അക്രമത്തിൽ തലയ്ക്കടക്കം ഗുരുതരമായി പരിക്കേറ്റ അഫ്സലിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ. കഴിഞ്ഞ ദിവസം നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ കുട്ടികളടക്കം 11 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. സംഭവത്തിൽ 1, 2, 4 പ്രതികൾ ഒഴികെയുള്ള മറ്റു പ്രതികൾക്ക് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. വധശ്രമം, കയ്യേറ്റം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈലാണ് കേസിലെ 1-ാം പ്രതി. നസീബ്, അബ്ദുള്ള എന്നിവരാണ് റിമാൻഡ് ചെയ്ത മറ്റു പ്രതികൾ. അതേസമയം അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഡിവൈഎഫ്ഐ നഗരൂർ മേഖല മുൻ പ്രസിഡന്റ് അഫ്സലിന്റെ ആരോഗ്യനിലയിൽ ഡോക്ടർമാർ നേരിയ പുരോഗതി രേഖപ്പെടുത്തി. ആന്തരികാവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റ അഫ്സലിന് ഇനിയും ശസ്ത്രക്രിയകൾ ആവശ്യമാണ്. കുട്ടികൾക്കടക്കം ലഹരിയും മയക്കുമരുന്നും നൽകി കൊട്ടേഷൻ സംഘങ്ങളുടെ ഭാഗമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുന്നതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള സഹിലും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സുഹൈലും KPCC പ്രസിഡന്റുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തി. അതുപോലെ തന്നെ VD സതീശനുമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ബന്ധം, ഈ 2 ആളുകളുമായി ഒരേ സമയം ബന്ധം നിലനിർത്തി പോകാൻ വേണ്ടി കഴിയുന്നത് ഈ ജില്ലയിലെ KSUവും യൂത്ത് കോൺഗ്രസും നടത്തുന്ന അക്രമ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അക്രമത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ വാർത്തെടുത്ത് നഗരത്തിൽ കൊണ്ടുവന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഈ 2 ആളുകളുടെയും പങ്ക് വലുതാണ്. 8 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കാണ് യൂത്ത് കോൺഗ്രസ് അക്രമത്തിൽ പരിക്കേറ്റത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഡിവൈഎഫ്ഐ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.